ബിസിനസ് റെഗുലേഷൻ സബ്ജക്റ്റിലെ ചാപ്റ്റർ 1 കോൺട്രാക്റ്റ് ആക്ടിലുള്ള എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന പാർട്ടിലെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് പോൾ. ഈ ക്ലാസ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയാണ് ഈ വിഷയത്തെപ്പറ്റി ഞാൻ മലയാളത്തിൽ പറയുന്നത്. നിങ്ങൾക്കുള്ള കമൻസും ഇതിൽ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തൊക്കെ മാനദണ്ഡങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ വരണം എന്നുള്ളതാണ് കൂടുതലായും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനു മുന്നോടിയായി ഒരു കോൺട്രാക്റ്റ് എങ്ങനെ ഫോം ആവുന്നു, എങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി 3 സ്റ്റേജാണ് ഞാനിവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതിൽ സ്റ്റേജ് നമ്പർ 1ൽ സംഭവിക്കുന്നത് ഒരു പ്രപ്പോസൽ വരുന്നത് പ്രോമിസറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഓഫററിൻ്റെ കയ്യിൽ നിന്നോ ആയിരിക്കും. പ്രോമിസർ, ഓഫറർ, ഇത് രണ്ടും ലീഗൽ ടേംസ് ആണ്. പ്രോമിസർ ആണ് പ്രപ്പോസൽ ഒരു പ്രോമിസിക്ക് കൊടുക്കുന്നത്. പ്രോമിസർ എന്ന് പറയുന്ന വ്യക്തി പ്രപ്പോസൽ കൊടുക്കുന്നതും പ്രപ്പോസൽ സ്വീകരിക്കുന്ന ആളെ പ്രോമിസി ഓർ ഓഫറി എന്ന് പറയുന്നു. ഈ ഒരു കാര്യം സെക്ഷൻ 2 ക്ലോസ് C പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആദ്യമായി പ്രപ്പോസലിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് A പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സമ്മതം കിട്ടുന്നതിന് വേണ്ടി ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യാതിരിക്കാമെന്നോ കൊടുക്കുന്ന ഒരു വാക്കാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഈ പ്രപ്പോസല് പ്രോമിസറിൻ്റെ കയ്യിൽ നിന്നാണ് പോവാറ്. ഒരു പ്രപ്പോസല് പോയി കഴിഞ്ഞാൽ ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പ്രോമിസി എങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം സെക്ഷൻ 2 ക്ലോസ് B ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ആർക്കാണോ ഈ പ്രപ്പോസൽ കൊടുത്തത് ആ പറയുന്ന വ്യക്തി ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രപ്പോസൽ ആക്സെപ്റ്റൻസ് ആയി വരികയാണ്. വൺസ് ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രോമിസായി മാറുകയാണ്. അതൊരു പ്രോമിസ്, ഒരു ഉറപ്പായി മാറുകയാണ്. ഇനി നമുക്ക് ഈ ആക്സെപ്റ്റൻസിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അതായത് പ്രോമിസി അത് സമ്മതിക്കുന്ന അല്ലെങ്കിൽ ആ തീരുമാനത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ തീരുമാനത്തെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്ന ലീഗൽ ടേമിൽ അവതരിക്കുന്നത്. കൺസിഡറേഷൻ എന്ന് പറയുന്ന ടേം സെക്ഷൻ 2 ക്ലോസ് Dയിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: പ്രോമിസറോ പ്രോമിസിയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ പാസ്റ്റിലെയോ പ്രസൻറ്റിലെയോ ഫ്യൂച്ചറിലെയോ നടത്തുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പോസിറ്റീവായതോ നെഗറ്റീവായതോ
ആയ ഒരു ഉറപ്പിനെയാണ് അല്ലെങ്കിൽ ആ സമ്മതത്തെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ പല മാനദണ്ഡങ്ങളും അതിന് പാലിക്കേണ്ടതുണ്ട്. കൺസിഡറേഷൻ ഡെഫിനിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതും അതിലാദ്യത്തെ വേർഡ് അറ്റ് ദ ഡിസയർ. അറ്റ് ദ ഡിസയർ എന്ന് പറയുന്നത് തീരുമാനം, ഡിസയർ, സമ്മതം. ആരുടെ സമ്മതം? അത് പ്രോമിസറിൻ്റെ ആവാം, പ്രോമിസിയുടെ ആവാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികളും ആയിരിക്കാം. എന്തിനുള്ള സമ്മതം? പാസ്റ്റിലെയോ പ്രസൻറ്റിലെയോ ഫ്യൂച്ചറിലെയോ ഒരു ഉറപ്പിൻ്റെ മുകളിൽ അങ്ങനെ ചെയ്തു കൊള്ളാൻ നിങ്ങൾ കൊടുക്കുന്ന സമ്മതം. അങ്ങനെ കൊടുക്കുന്ന അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഒരു കാര്യം ചെയ്യുന്നതിനാവാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനുള്ള സമ്മതമാവാം. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റൻസ് ചെയ്യുമ്പോൾ അവിടെ കൺസിഡറേഷൻ വേണം. കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു പ്രപ്പോസലും ആക്സെപ്റ്റൻസ് ചെയ്യപ്പെടുകയില്ല. അതൊരു പ്രോമിസായി മാറുകയുമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമും കൂടിയാണ്. ഇനി ഈ ഡിസയർ ഓർ എ കൺസെൻറ്റ്, സമ്മതം, അതെങ്ങനെ വരണം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരാവകാശങ്ങൾ ഭരണഘടനാപരമായി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. 18 വയസ്സിന് മുകളിലുള്ളവരും ഉള്ള ഏതൊരു വ്യക്തിക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരാവകാശങ്ങൾ നമ്മുടെ ഭരണഘടന തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ ഭീഷണിയോ വാത്സല്യ ചൂഷണമോ തെറ്റിദ്ധാരണയോ മിസ്റ്റേക്കോ ഫ്രോഡോ എന്നീ പെടുന്ന കാര്യങ്ങളൊന്നും പാടില്ല. ആ തീരുമാനമെടുക്കുന്ന വ്യക്തിയുടെ പൂർണ്ണമായ സമ്മതത്തോടുകൂടി പൂർണ്ണമായ അറിവോടുകൂടി മാത്രമാണ് ആ കോൺട്രാക്റ്റിലെ പ്രോമിസി അല്ലെങ്കിൽ പ്രോമിസർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി അതിന് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഈ ഒരു എഗ്രിമെൻറ്റ് ഫോർമേഷനിൽ ഉണ്ടാവും. ഇതിനെ പറ്റിയുള്ള കൂടുതൽ ക്ലാസ് നമ്മൾ വീണ്ടും എടുക്കും. ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റൻസ് ചെയ്യപ്പെടുമ്പോൾ അത് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലോട്ട് നീങ്ങുകയാണ്. ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റൻസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോമിസ് ഉണ്ടാവുന്നു. പ്രോമിസ്, ഉറപ്പ്. ആ പ്രോമിസ് ഉണ്ടാവുന്ന ആ നിമിഷം തന്നെ പ്രോമിസറും പ്രോമിസിയും തമ്മിൽ ഒരു കരാർ ഉത്ഭവിക്കുകയാണ്. കരാർ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ്. ഇതാണ് നിയമം പറയുന്നത്. പ്രോമിസ് ഉണ്ടാവുന്ന ആ നിമിഷം തന്നെ ഒരു കരാറ് ഫോം ആവും. അത് വാമൊഴിയാവാം, അല്ലെങ്കിൽ അത് റിട്ടണായും ഉത്ഭവിക്കാറുണ്ട്. സാധാരണഗതിയിൽ വാമൊഴിയിൽ നിന്നാണ് റിട്ടണിലേക്ക് ഉത്ഭവിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥലം കച്ചവടം ചെയ്യാമെന്നും ഇന്ന വിലയ്ക്ക് സ്ഥലം തരാമെന്നും ആ വിലയ്ക്ക് ബി ഏറ്റെടുത്തു കൊള്ളാമെന്നുള്ള ഉറപ്പ്, അതിനെയാണ് പ്രോമിസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രോമിസായ ആ ഒരു കാര്യത്തെ എഗ്രിമെൻ്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള എഗ്രിമെൻ്റ് പിന്നെ റിട്ടൺ ആവുകയാണ് ചെയ്യാറ്. ഇവിടെ റിട്ടൺ ആവുമ്പോൾ അത് എഴുതുമ്പോൾ നിയമപരമായി അംഗീകരിക്കപ്പെടുന്ന, നിയമം അംഗീകരിക്കുന്ന രീതിയിലാണ് അത് റിട്ടൺ ചെയ്യുന്നതെങ്കിൽ, അത് ആ എഗ്രിമെൻ്റ് ഫോം ആവുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കും. പിന്നെ ഒരിക്കലും അതിനെ എഗ്രിമെൻ്റ് എന്ന് വിളിക്കില്ല.
കോൺട്രാക്റ്റ് എന്നുള്ളത്. അതാണ് സ്റ്റേജ് 3. എഗ്രിമെൻ്റ് ഇല്ലീഗലാവാം, ലീഗലാവാം. ഇല്ലീഗലായ ഒരു എഗ്രിമെൻ്റ് ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് ആവുകയില്ല. എന്നാൽ ലീഗലായ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് കോൺട്രാക്റ്റ് ആക്ടിൽ ഇങ്ങനെ പറയുന്നത്, ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് all contracts are agreements, but all agreements are not contract എന്ന് പറയാനുള്ള കാരണം ഇതാണ്. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റേജുകളിലൂടെയാണ് ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് ആവുന്നത്. അടുത്തതായി ഒരു കോൺട്രാക്റ്റിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൽ വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ ചാർട്ടിൽ അത് വേണ്ട, അതിലൊന്നുപോലും മാറാൻ പാടുള്ളതല്ല. ഒരു കോൺട്രാക്റ്റിൽ ആദ്യം വേണ്ടത് എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻ്റ് ആ 2 പാർട്ടിയുടെയും ഫ്രീ കൺസെൻറ്റിലൂടെ മാത്രമാണ് ഉത്ഭവിക്കേണ്ടത്. അങ്ങനെയുള്ള ആ 2 പാർട്ടികളും കരാറ് നിയമം അനുസരിച്ചുള്ള നിയമപരിധിയിൽ ഉൾപ്പെട്ടവരായിരിക്കണം. അതായത് അവർക്ക് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് അവരുടെ ഏജ് മെജോറിറ്റി, അവർക്ക് പ്രായപൂർത്തിയാവണം എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രായപൂർത്തിയായിരിക്കുന്ന വ്യക്തികളുടെ സമ്മതം, അവരെടുക്കുന്ന തീരുമാനം ഒരു തരത്തിലുള്ള അന്യായപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകരുത്. അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൺസിഡറേഷനിൽ ഉത്ഭവിച്ചിരിക്കുന്ന എഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം. ലോഫുൾ ആവാത്ത ഒരു എഗ്രിമെൻറ്റും കരാറും കോൺട്രാക്റ്റും നിയമപരമായി നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കരാറുകൾ നിയമാനുസൃതമായിട്ടുള്ളതായിരിക്കണം. നിയമം അംഗീകരിക്കാത്ത ഒരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ഉത്ഭവിച്ചാൽ അതിനെ വോയിഡ് എന്ന് പറയും. അത് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാനത് പറയാം. ആദ്യമായി എഗ്രിമെൻറ്റിലോട്ട് വരാം. ഇൻ എൻ എഗ്രിമെൻറ്റ് ദർ മസ്റ്റ് ബി എൻ ഓഫറർ. ഒരു എഗ്രിമെൻറ്റിൽ എപ്പോഴും ഒരു ഓഫർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാവും. ഓഫർ എപ്പോഴും ഉത്ഭവിക്കുന്ന ഓഫറിൽ നിന്നും പ്രോമിസറിൽ നിന്നായിരിക്കും. അതോടൊപ്പം തന്നെ ആക്സെപ്റ്റൻസ് വരുന്നത് ഓഫറിൽ നിന്നും പ്രോമിസിയിൽ നിന്നുമായിരിക്കും. ഇത് സാധാരണ ഇൻ്റർചേഞ്ച് ആവാറുണ്ട് അതിൻ്റെ സന്ദർഭോചിതമായ. അതുകൊണ്ടാണ് കൺസിഡറേഷനിൽ പ്രോമിസർ, പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു പ്രോമിസി അല്ലെങ്കിൽ ഓഫറി ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ നിമിഷം മുതൽ അതിനെ പ്രോമിസ് എന്ന് പറയും. ആ പ്രോമിസ് നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണെങ്കിൽ അതിനെ കോൺട്രാക്റ്റ് എന്ന് പറയും. ഇതാണ് നിയമപരമായ കോൺട്രാക്റ്റിൻ്റെ ഘടകം. ഇതിൽ എന്തിനു വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മാനദണ്ഡങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാരണം, അല്ലെങ്കിൽ ദ ഫസ്റ്റ് എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് കോൺട്രാക്ട്സ് എന്നതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. നിയമപരമായ ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺട്രാക്റ്റിൻ്റെ ആദ്യത്തെ എസെൻഷ്യൽ എലമെൻറ്റ്. നിയമപരമായ ബന്ധം എന്ന് പറയുന്നത് ഒരു ആക്ട് എന്ന് പറയുന്നത് നിയമത്തിൽ പ്രവൃത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോമിസോ നിയമപരമായി അംഗീകരിക്കുന്നതാവണം. നിയമപരമായി അംഗീകരിക്കാത്ത ആക്ടോ പ്രോമിസോ നിയമം അനുവദിക്കുന്നതല്ല,
അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ വോയിഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിയമപരമായി അംഗീകരിക്കാത്ത പ്രവൃത്തികളെയും ഉറപ്പുകളുടെയും മുകളിലുണ്ടാവുന്ന കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ നിയമത്തിന് സാധിക്കാത്തതാണ്. അപ്പോൾ നിയമപരമായി മാത്രമാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവേണ്ടതും അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ എൻഫോഴ്സ് ചെയ്യാനാണ് നിയമത്തിന് സാധിക്കുന്നത്. ലോഫുൾ കൺസിഡറേഷൻ ഒരു കോൺട്രാക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റുകൾ ഒരു എഗ്രിമെൻ്റായി പ്രഖ്യാപിക്കുകയില്ല, അതൊരു കോൺട്രാക്റ്റ് ആവുകയുമില്ല. എന്താണ് കൺസിഡറേഷൻ എന്നുള്ളത്? കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസറിൻ്റെയോ പ്രോമിസിയുടെയോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെയോ നിയമത്തിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വേർഡ് അതിൻ്റെ അകത്തില്ലെങ്കിലും നമ്മളതിൽ അനുമാനിക്കണം. കാരണം എനി അതർ പേഴ്സൺ എന്ന് പറയുന്നത് പ്രോമിസറിൻ്റെയോ പ്രോമിസിയുടെയോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെയും ഏജൻറ്റുമാരെയും അല്ലെങ്കിൽ പ്രോമിസിയും പ്രോമിസറും അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു അറ്റോർണി ഹോൾഡറിനെയോ ആയിരിക്കും. അതുകൊണ്ടാണ് എനി അതർ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അതല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഒരു കോൺട്രാക്റ്റിൽ വന്നു ചേരാൻ സാധിക്കില്ല. അപ്പോൾ പ്രോമിസറിൻ്റെയോ പ്രോമിസിയുടെയോ അല്ലെങ്കിൽ അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ പ്രോമിസറിനും പ്രോമിസിക്ക് വേണ്ടി കൊടുക്കുന്ന തീരുമാനം, എങ്ങനെയുള്ള തീരുമാനം, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയുള്ള തീരുമാനം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ കൊടുക്കുന്ന പ്രോമിസ് ാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ലോഫുൾ കൺസിഡറേഷൻ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലോഫുൾ കൺസിഡറേഷൻ വരുന്നത് കൊയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇല്ലീഗൽ ആക്ട്, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി, ലീഗൽ ഇമ്പോസിബിലിറ്റി, അൺസർട്ടൻ, ഇലൂഷണറി എന്നീ കാറ്റഗറിയിൽ ലൂടെ കടന്നു പോവാത്ത കൺസിഡറേഷനെയാണ് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൊയേഷൻ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരാൾക്കും ഒരു കരാറുണ്ടാക്കാൻ സാധിക്കില്ല. സാധിക്കുമായിരിക്കും, പക്ഷേ അത് നിയമം അനുശാസിക്കുകയില്ല, അത് നിയമം അംഗീകരിക്കുകയില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ വോയിഡ് ആയിരിക്കും. അൺഡു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വശീകരിക്കുക എന്നുള്ളതാണ്. സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് വശീകരിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ വശീകരിക്കപ്പെട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾ നിയമപരമായി അംഗീകരിക്കുന്നതല്ല, അതൊരിക്കലും പ്രാബല്യത്തിലാക്കാൻ സാധിക്കാത്തതുമാണ്. ഫ്രോഡ്, തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെയോ ഫാക്റ്റിനെയോ മിസ്റ്റേക്ക് ആക്കുക, നിയമപരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യാനുള്ള കോൺട്രാക്റ്റുകൾ. ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് അത് എക്സിസ്റ്റൻസിൽ ഇല്ല, അത് സാധിക്കാത്ത ഒരു കോൺട്രാക്റ്റായി മാറും. ഫസ്ട്രേറ്റഡ് കോൺട്രാക്ട്സ് ഒക്കെ ഇതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ്. ലീഗൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് നിയമപരമായി അത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുകളുള്ളത്. സാധാരണ മൾട്ടി നാഷണൽ കോൺട്രാക്ട്സുകളുണ്ട് കാറ്റഗറിയിൽപ്പെട്ട, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള കോൺട്രാക്റ്റുകളെയാണ് അതിന് പറയാറ്. ഈ രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ക്രിമിനൽ വരുമ്പോൾ ഈ രാജ്യത്തെ അത് ശിക്ഷിക്കാനുള്ള നിയമ തടസ്സങ്ങളെ ഒക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരാറ്. അൺസർട്ടൻ എന്ന് പറയുന്നത് തീർച്ചയില്ലാത്ത ഉറപ്പുകൾ ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് വരികയില്ല. ഇലൂഷണറി എന്ന് പറയുന്നത്
സങ്കല്പത്തിലുള്ള കാര്യങ്ങൾ. അതായത് അത് ഒരിക്കലും പ്രാവർത്തികമാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കൺസിഡറേഷൻസും ലോഫുൾ അല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവുന്നത് ഭീഷണിപ്പെടുത്തിയോ വശീകരിക്കപ്പെടുകയോ ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്, ഇല്ലീഗൽ ആക്ട്, ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി, ലീഗൽ ഇമ്പോസിബിലിറ്റി, അൺസർട്ടൻ, ഇലൂഷണറി ആയ മെത്തേഡുകളിലോ അല്ല ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവുന്നത്. ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ആ സമ്മതം ഉണ്ടാവുന്നത് ആ വ്യക്തിയുടെ പൂർണ്ണമായ അറിവിലും പൂർണ്ണമായ സമ്മതത്തിലോടും കൂടി മാത്രമാണ്. ലോഫുൾ കൺസിഡറേഷൻ പാസ്റ്റില്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നീ കാലഘട്ടത്തിലും വേണമെങ്കിൽ ആവാം. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് പ്രത്യുപകാരമായി ചെയ്യുന്ന ഒരു കാര്യം. സംതിങ് ഫോർ സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയാൻ കാരണം അതാണ്. അടുത്ത എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ അതിൽ പാർട്ടിയാവുന്നവർക്ക്, അതിൽ ഭാഗമാവുന്നവർക്ക് ഉണ്ടാവേണ്ട ഒരു മാനദണ്ഡമാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ കോമ്പിറ്റന്റ് ടു കോൺട്രാക്ട് എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ്, ആ ഒരു ഭാഗത്താണ് ഇത് പറയപ്പെടുന്നത്. ഇതിനെപ്പറ്റി വീണ്ടും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സെക്ഷൻ 11, സെക്ഷൻ 12. ഒരു കോൺട്രാക്റ്റിൽ ഭാഗമാവേണ്ട ആൾക്കാർ ഒരു ലിമിറ്റ് ഉണ്ട്. അദ്ദേഹം എപ്പോഴും മെജോറിറ്റി ആയിരിക്കണം. മെജോറിറ്റി എന്ന് പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളെയാണ് മെജോറിറ്റി എന്നും 18 വയസ്സിന് താഴെയുള്ള വ്യക്തികളെ മൈനോറിറ്റി എന്നും നമ്മൾ വേർതിരിച്ചിട്ടുണ്ട് നിയമത്തിൽ. 18 വയസ്സിന് താഴെയുള്ള ഒരു വ്യക്തിയെയും നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കോൺട്രാക്റ്റുകൾ നിയമപരമായി പ്രാബല്യത്തിൽ വരാത്തതായിരിക്കും. 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഈ 18 വയസ്സ് എന്ന് പറയുന്നത് ഒരു പരിധി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് 1857 പ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റങ്ങൾ, ഇന്ന് 18 ആണെങ്കിൽ നാളെ ചിലപ്പോൾ 19 ആയിരിക്കാം, അതിൻ്റെ അപ്പുറം 20 ആയിരിക്കാം, 21 ആയിരിക്കാം. അത് അങ്ങനെ അമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായി അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഇന്നേ വരെയുള്ള അതിനൊരു അമെൻമെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സ് എന്നുള്ളത് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. മറ്റൊരു മാനദണ്ഡം വേണ്ടത്, ഈ പറയുന്ന 18 വയസ്സുള്ള വ്യക്തിക്ക് സൗണ്ട് മൈൻഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നിയമത്തിൽ ബുദ്ധിഭ്രമം ബാധിച്ചവരെ അല്ലെങ്കിൽ ഇൻസാനിറ്റി ഉള്ളവരെ അൺസൗണ്ട് മൈൻഡ് എന്നും നോർമലായ വ്യക്തികളെ സൗണ്ട് മൈൻഡ് എന്നും കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്കോ, ഇഡിയറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്കോ, മൈനർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്കോ, അല്ലെങ്കിൽ നിയമപരമായി ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്കോ ഒരു കോൺട്രാക്റ്റ് ഭാഗമാവാൻ നിയമപരമായി സാധിക്കുകയില്ല, അല്ലെങ്കിൽ നിയമം അത് അനുവദിക്കുകയില്ല. ഇവിടെ അൺസൗണ്ട് മൈൻഡിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്. ചില അൺസൗണ്ട് മൈൻഡ് സിറ്റുവേഷൻ ടെമ്പററി ആയിരിക്കും, ചിലത് പെർമനൻ്റ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ചോദ്യം വരും, അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴെങ്കിലും ഒരു കോൺട്രാക്റ്റ് കൂടാൻ സാധിക്കുമോ എന്നുള്ളത്.
അവർക്ക് കൂടാൻ സാധിക്കും. അവരുടെ അൺസൗണ്ട് മൈൻഡ് മാറി അവരുടെ സൗണ്ട് മൈൻഡിലോട്ട് കടക്കുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വ്യക്തി ജാനുവരിയിൽ അൺസൗണ്ട് മൈൻഡ് ആയിരുന്നു. എന്നാൽ ജാനുവരിയുടെ ലാസ്റ്റും അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ അദ്ദേഹം സൗണ്ട് മൈൻഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് കൂടുന്ന കരാറുകൾക്ക് വാലിഡിറ്റി ഉണ്ടാവും. അദ്ദേഹം ഫെബ്രുവരിയിൽ സൗണ്ട് മൈൻഡ് ആയി പെട്ടെന്ന് മാർച്ചിൽ വീണ്ടും അൺസൗണ്ട് മൈൻഡ് ആയാലും ആ കരാറിന് നിയമ പ്രാബല്യം ഉണ്ടാവും. കാരണം ആ കരാർ ഒപ്പിടുന്ന സമയത്ത് സൗണ്ട് മൈൻഡ് ആയതുകൊണ്ട്. സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത് രണ്ട് മാനദണ്ഡങ്ങളാണ് സൗണ്ട് മൈൻഡ് കാര്യത്തിൽ പറയുന്നത്. ഒന്ന്, റേഷണലായ ജഡ്ജ്മെന്റ് നടത്താനുള്ള മാനസിക കഴിവ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ശേഷി. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചാണ് സൗണ്ട് മൈൻഡിനെ നമ്മൾ തീർച്ചപ്പെടുത്തുന്നു. ഇനി ഇതുപോലെ തന്നെ ഒരു കാറ്റഗറിയാണ് ഇഡിയറ്റ്. അതോടൊപ്പം തന്നെ മൈനർ എന്ന് പറയുന്നത് ഈ സൗണ്ട് മൈൻഡ് കാറ്റഗറിയിലല്ല. പക്ഷേ മൈനർ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. 18 വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും കോൺട്രാക്റ്റിൽ ഭാഗമാവാൻ സാധിക്കുകയില്ല. പിന്നെയുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നിയമപരമായി നിഷേധിക്കപ്പെട്ട വ്യക്തികൾ. നിയമപരമായി നിഷേധിക്കപ്പെട്ട വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. മറ്റു രാജ്യത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്രിമിനൽസ്, അതായത് നിയമം അദ്ദേഹത്തിന് നിയമപരമായി അനുവദിക്കുന്നില്ല കോൺട്രാക്ട് ചേരാനായിട്ട്. അതിപ്പോൾ ഞാൻ മേൽ പറഞ്ഞ ഉദാഹരണങ്ങൾ മാത്രമല്ല, നിയമം എന്നാണോ ഒരു വ്യക്തിയെ കോൺട്രാക്റ്റുകൾ കൂടാനായി അനുവദിക്കാത്തത്, ആ നിമിഷം മുതൽ ഹി വിൽ ബി കോൾഡ് ആസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ദ പേഴ്സൺ ഹൂ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അത് സൗണ്ട് മൈൻഡ് ആവാം, അൺസൗണ്ട് മൈൻഡ് ആവാം. ദാറ്റ്സ് അക്കോർഡിംഗ് ടു ദി സർക്കംസ്റ്റാൻസസ്. ആ സാഹചര്യം അനുസരിച്ച് മാത്രമാണ് അത് നിർണ്ണയിക്കാൻ സാധിക്കുന്നത്. ഇനി അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമാവുന്ന വ്യക്തിക്ക് നിയമപരമായി അംഗീകാരം വേണം. അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അദ്ദേഹം മെജോറിറ്റി ആയിരിക്കണം എന്നുള്ളതാണ്. മേൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അൺസൗണ്ട് മൈൻഡ്, ഇഡിയറ്റ്, മൈനർ എന്നിവ പേഴ്സൺ ഹു ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്നീ കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾ കോൺട്രാക്ട് കൂടുന്ന നിമിഷം തന്നെ ആ കോൺട്രാക്ട് വൈഡ് ആവും. അതിനെ നിയമലോകത്ത് ഒരു പെർട്ടിക്കുലർ ലാറ്റിൻ വേർഡാണ് ഉപയോഗിക്കുന്നത്. ഫ്രം ദ അബ്നേഷ്യോ, ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഇറ്റ് വിൽ ബി വൈഡ്. ഈ ഏജ് മെജോറിറ്റി, കോമ്പിറ്റൻസി എന്നീ പറയുന്ന ഭാഗങ്ങൾ സെക്ഷൻ 11, സെക്ഷൻ 12 കോൺട്രാക്ട് ആക്ടിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അൺസൗണ്ട് മൈൻഡിനെ പറ്റി പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന നിമിഷം കോൺട്രാക്റ്റിൽ കൂടാൻ സാധിക്കുന്നതല്ല. നിയമം അത് അനുശാസിക്കുന്നില്ല. എന്നാൽ അൺസൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി സൗണ്ട് മൈൻഡിൽ നിൽക്കുകയും അല്ലെങ്കിൽ സൗണ്ട് മൈൻഡ് ആയ സ്റ്റേറ്റിൽ നിൽക്കുകയും ആ സമയത്ത് കൂടുന്ന കോൺട്രാക്റ്റുകൾ വാലിഡ് ആവുകയും ചെയ്യും. അദ്ദേഹം ഈ കോൺട്രാക്ട് കൂടുമ്പോൾ സൗണ്ട് മൈൻഡ് ആയിരുന്നോ അൺസൗണ്ട് മൈൻഡ് ആയിരുന്നോ എന്ന് തെളിയിക്കാനായി എക്സ്പേർട്ട് ഒപ്പീനിയനുകൾ വിടുന്നത് സർവ്വസാധാരണമാണ് കോടതി. ഇനി ഫ്രീ കൺസെന്റ്.
ഒരു കോൺട്രാക്റ്റിലെ ഒരു എഗ്രിമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഫ്രീ കൺസെന്റ്. കൺസെന്റ് എന്താണ് കൺസെന്റ്? കൺസെന്റ് എന്ന് പറയുന്നത് തീരുമാനം. തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ 2 ക്ലോസ് ഡി പ്രകാരമുള്ള കൺസിഡറേഷൻ. ഒരു കരാറിൽ കൂടുന്നതിനുള്ള തീരുമാനം സമ്മതമാണ്. കൺസിഡറേഷൻ, കൺസെന്റ്, ഡിസയർ എന്നുള്ള ടേമുകളിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു കൺസെന്റ് ഇല്ലാതെ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. സമ്മതമില്ലാതെ ഒരു ഡിസയർ ഉണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ അതൊരു കൺസിഡറേഷനായി കൂട്ടുകയില്ല. അപ്പോൾ ഒരു സമ്മതമില്ലാതെ, തീരുമാനമില്ലാതെ ഒരു എഗ്രിമെന്റ് ഫോം ആവുകയില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഫോം ആവുന്നുണ്ടെങ്കിൽ അതെല്ലാം വോയിഡ് ആണ്. ഒരു സമ്മതം പൂർണ്ണ സമ്മതമാവണമെങ്കിൽ, അങ്ങനെ ആവണമെങ്കിൽ, പൂർണ്ണ സമ്മതമാവണമെങ്കിൽ അതിൽ ഭീഷണിയുടെ സ്വരമോ സ്നേഹവാത്സല്യങ്ങളുടെ ചൊകയോ ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക്, വശീകരണ ശക്തികളോ പാടുള്ളതല്ല. അതാണ് ഫ്രീ കൺസെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭീഷണിയുടെ സ്വരമുള്ള ഒരു കൺസെന്റും ഫ്രീ കൺസെന്റ് അല്ല. സ്നേഹവാത്സല്യങ്ങളുടെ കൂടിയുള്ള വശീകരണങ്ങൾ ഒരു ഫ്രീ കൺസെന്റ് ആവുകയില്ല. ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്ക് എന്നുള്ളത് ഒരിക്കലും ഒരു ഫ്രീ കൺസെന്റ് ആവുകയില്ല. ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചു. ആ പ്രോഡക്റ്റ് വാങ്ങുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ മാതാപിതാക്കളോട് അഭിപ്രായപ്പെട്ടു. പക്ഷേ നിങ്ങളുടെ പിതാവ് പറഞ്ഞു അത് വേണ്ട, അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളത് കേട്ടില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അമ്മ പറഞ്ഞു, വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി പറഞ്ഞു അത് വാങ്ങണ്ട എന്ന് പറഞ്ഞു. അതും നിങ്ങളത് കേട്ടൊന്നും വന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ഫ്രോഡോ, മിസ്റെപ്രസെന്റേഷൻ, മിസ്റ്റേക്കോ, കോയേഷനോ, അണ്ടർ ഇൻഫ്ലുവൻസിലൂടെ നടത്തിയിട്ടും നിങ്ങളുടെ തീരുമാനം അത് വാങ്ങാനാണെങ്കിൽ അവിടെയാണ് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ തീരുമാനത്തിനെ മാറ്റുന്നതിന് വേണ്ടി ഈ പറയുന്ന കാറ്റഗറിയിൽ വിടുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി നടന്നാൽ അവിടെ ഫ്രീ കൺസെന്റ് നശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലോഫുൾ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പർപ്പസ്, ആ കോൺട്രാക്റ്റ് കൂടാനുള്ള ഉദ്ദേശം എന്നിനെയാണ് ഒബ്ജക്റ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ആളുടെ കാറ് വാങ്ങാൻ 1000 രൂപയ്ക്ക് വാങ്ങാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ആൾക്ക് പ്രപ്പോസൽ കൊടുക്കുകയും ബി അത് സമ്മതിക്കുകയും ചെയ്തു. ഈ ഒരു ട്രാൻസാക്ഷനിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കാറാണ്. അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ എപ്പോഴും നിയമപരവും ഇല്ലീഗൽ ആവാത്തതുമായിരിക്കണം. അടുത്തതായി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ്, റൈറ്റിംഗ് ആൻഡ് രജിസ്ട്രേഷൻ. ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ അത് എഴുതുകയും നിയമം അനുശാസിക്കുന്ന നിയമത്തിലൂടെ അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്ന ആ നിമിഷമാണ് അതിനെ കോൺട്രാക്റ്റ് എന്ന് പറയുക. എഗ്രിമെന്റ് അപ്പോൾ എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. എഗ്രിമെന്റ് സാധാരണ 2 ടൈപ്പാണുള്ളത്. ഒന്ന് റിട്ടണും ഒന്ന് ഓറലും. വാമൊഴിയും റിട്ടണുമാണ് സാധാരണ വരുന്നത്. വാമൊഴി ആയിരിക്കുന്ന എഗ്രിമെന്റ് സാധാരണ റിട്ടണായി വരാറാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ കോൺട്രാക്റ്റിന്റെ ഘടന എങ്ങനെ വരുന്നു? റിട്ടൺ ഓൾറെഡി വന്നു.
സാധാരണ ഒരു പീസ് ഓഫ് പേപ്പറിൽ, സാധാരണ ഒരു വെള്ളക്കടലാസിൽ ഒരു കരാർ എഴുതുന്നത് ഒരു കരാറായി സംഭവിക്കാറുണ്ട്. അംഗീകരിക്കാറുണ്ട് നിയമം ഒരു കാലഘട്ടം വരെ. ഇന്നിപ്പോൾ അതിന് ഇത്ര സ്റ്റാമ്പ് കെട്ടണമെന്നുണ്ട്. ആ സ്റ്റാമ്പ് ഡ്യൂട്ടി കെട്ടിക്കൊണ്ട് മാത്രമേ ഒരു കരാർ ഉണ്ടാക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അതൊരിക്കലും കോൺട്രാക്റ്റ് ആവുകയില്ല. കോൺട്രാക്റ്റ് ആവണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന രജിസ്ട്രേഷൻ ആ കോൺട്രാക്റ്റ് ആ എഗ്രിമെന്റിൽ നടത്തണം. ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന വ്യക്തി ബിയുടെ സ്ഥലം വാങ്ങാൻ തീരുമാനിക്കുന്നു. എ ഈ കാര്യം പ്രപ്പോസലായി ബിയോട് പറയുന്നു. ആ പ്രപ്പോസൽ ബി ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് അവിടെ വെച്ച് ഫോമായി. അവരതൊരു വെള്ളക്കടലാസിൽ എഴുതി, അല്ലെങ്കിൽ ഒരു മുദ്രപത്രത്തിൽ എഴുതി. ആ മുദ്രപത്രത്തിൽ എഴുതി ഇത്ര കാലഘട്ടം കഴിഞ്ഞപ്പോൾ എ ബിയുടെ ആ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്യുന്ന സമയം ബിയുടെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം, അല്ലെങ്കിൽ ബിയുടെ രജിസ്ട്രേഷൻ അല്ല, ആ സ്ഥലത്തെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ബി എക്ക് ആ സ്ഥലം കൊടുക്കുന്നു. ആ സ്ഥലം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ്, ആ നിമിഷം മുതലാണ് അവിടെ കോൺട്രാക്ട് ഉണ്ടാവുന്നത്. അവിടുന്ന് ആ എഗ്രിമെന്റ് മാറി കോൺട്രാക്റ്റായി ഭവിക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ട്രാൻസാക്ഷൻ പിന്നെ കോൺട്രാക്റ്റ് ആണ്. നമ്മുടെ കേരളത്തില് കേരള രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ കരാറുകളും, എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റ് ആവുകയാണ്. നിങ്ങളുടെ വീടുകളിലൊക്കെ അപ്പച്ചൻ അമ്മയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഇത് ഞാൻ വാങ്ങിച്ചതാണ്, ഈ പ്രോപ്പർട്ടി ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറയുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സെയിൽ ഡീഡ് സത്യത്തിൽ ഒരു കോൺട്രാക്റ്റ് ആണ്, കരാറല്ല. ഓഫ് കോഴ്സ് ഇറ്റ് കംസ് ഫ്രം എൻ എഗ്രിമെന്റ്. അതൊരു കരാറിൽ നിന്നാണ് വന്നതെങ്കിലും അവസാനം അതൊരു കോൺട്രാക്റ്റായി മാറുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ആസ്പെക്റ്റിലുള്ള ഒരു കാര്യമാണ്. ഇനി മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, എഗ്രിമെന്റിലോ കോൺട്രാക്റ്റിലോ ഒരു ക്ലോസ് ഉണ്ടാവുകയാണ്. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം അല്ലെങ്കിൽ ഒരു ബ്രീച്ച് ഉണ്ടാവുകയാണെങ്കിൽ കോടതിയിൽ അവസാനിപ്പിക്കുന്നതിനേക്കാളും മുമ്പ് ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ പ്രശ്നപരിഹാരശാലയിൽ ഇത് കൊണ്ടുവരാവുന്ന ഒരു അധികാരം സാധാരണ എല്ലാ എഗ്രിമെന്റ്സിലും ഉണ്ടാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ ആ പ്രശ്നത്തിന് കോടതിയിൽ പോകുന്നതിനേക്കാളും മുമ്പ് മീഡിയേഷനിലേക്ക് പോകുന്ന, ഒത്തുതീർപ്പ് സമിതിയിലേക്ക് പോകുന്ന ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ ആദ്യം അതാണ് പരിഗണിക്കേണ്ടത്. അത് എല്ലാ കോൺട്രാക്റ്റിലും എഗ്രിമെന്റിലും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് ട്രാൻസാക്ഷനാണ്. ബിസിനസ് ട്രാൻസാക്ഷനിലാണ് സാധാരണ അത് ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഒത്തുതീർപ്പ് സംഘത്തിലോട്ട് പോയി അതിനൊരു തീർപ്പായില്ലെങ്കിൽ മാത്രമാണ് അത് കോടതിയിലേക്ക് പോകാനുള്ള ശേഷിയുള്ളൂ. ഒത്തുതീർപ്പ് സംഘത്തിലോട്ട് പോവാതെ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാലും ഈ ക്ലോസ് മുൻകൂട്ടി പറയുകയാണ്, ഇങ്ങനെ ഒരു ക്ലോസ് ആ കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ കോടതി അത് ഒത്തുതീർപ്പ് സംഘത്തിലേക്ക് കൊണ്ടുപോകും, ഡയറക്റ്റ് ചെയ്യും. ഇത്രയും കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തതായി സെർട്ടേണിറ്റി. ഒരു കരാറിന് വളരെ സെർട്ടനായ, പെർട്ടിക്കുലറായ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവണം. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എപ്പോഴും സെർട്ടൻ ആയിരിക്കണം. ഒരിക്കലും ഒരു വേഗായി മാറുവാൻ പാടുള്ളതല്ല. വേഗ് എന്ന് പറഞ്ഞാൽ ലാഘവം. എന്താണ് ആ കോൺട്രാക്റ്റിൻ്റെ പർപ്പസ്, എന്താണ് ആ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ്, അതെല്ലാം നിയമപരമായി അംഗീകരിക്കുന്നതുമായിരിക്കണം. ഇതിനെപ്പറ്റി സെക്ഷൻ 29 ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, അതായത്
ഒരു കോൺട്രാക്റ്റോ ഒരു എഗ്രിമെന്റോ വരണമെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് പോസിബിൾ ആയിരിക്കണം. അത് നടപ്പിലാവുന്ന കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് ഒരു കോൺട്രാക്റ്റും എഗ്രിമെന്റും ഉണ്ടാവേണ്ടത്. നടപ്പിലാവാത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ പല ടൈപ്പും ഉണ്ട് അതിന്. ഫിസിക്കലി ഇമ്പോസിബിൾ ആവാത്തത്, ഫിസിക്കലി അത് ഇമ്പോസിബിൾ ആണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു എഗ്രിമെന്റ് ചേർക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പോസിബിലിറ്റി ആവാത്തതും പോസിബിൾ ആവുന്ന കാറ്റഗറിയിൽ പെടുന്ന കരാറുകളെ പറ്റി പറയുന്നത് സെക്ഷൻ 56 ആണ്. ഇതെല്ലാം വിശദമായി ഉള്ള ക്ലാസ്സുകളിൽ വരുന്നതായിരിക്കും. അടുത്തതായി നോട്ട് ഡിക്ലയർഡ് വോയിഡ് ബൈ ലോ. നിയമപരമായി ബാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇല്ലീഗലായ കാര്യങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകൾ നിയമപരമായി പ്രാബല്യത്തിൽ വരാത്തതാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ നിയമപരമായി പ്രാബല്യത്തിൽ വരാൻ കോടതി സമ്മതിക്കില്ല. അങ്ങനെയുണ്ടാവുന്ന കോൺട്രാക്റ്റിലുള്ള നഷ്ടം ആ പാർട്ടീസ് സ്വയം നികത്തേണ്ടി വരും. നിയമപരമായി പ്രാബല്യമല്ലാത്ത പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു എനിമി നേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏലിയൻ ആയിരിക്കാം. അങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇംഗ്ലീഷിലാണ് എടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് മലയാളത്തിൽ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.